നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? വിശപ്പിന്റെ വിളി. ആ വിളിയും കേട്ട് ലൗഡയിൽ നിന്ന് തിരിച്ച് ഊട്ടിയിലേക്ക് പോണ പോക്കാണ്. വൈദ്യവേ ഊട്ടിയിലെ കോടയും തണുപ്പൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോയ ഞങ്ങള് നാട്ടില് പോലും ഇത്ര വെയിൽ ഇപ്പൊ അടുത്തൊന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിലും നമ്മുടെ ലൈഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ പോയാൽ എന്തൊരു ബോറായിരിക്കും അല്ലേ? ഇനിയിപ്പൊ അങ്ങനെ പറയാല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. അതൊക്കെ പോട്ടെ, നമ്മളിതാ നമ്മുടെ റെസ്റ്റോറന്റിൽ എത്തി ഫുഡും കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വിട്ടത് ബോട്ട് ഹൗസിലേക്കാണ്. ബോട്ടിങ് ഈ ട്രിപ്പ് ഐറ്റിനറിയിൽ നമുക്ക് ഇല്ലാത്തതാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഈ കാണുന്ന കടകൾ കൂടെ വെറുതെ ഒന്ന് കയറി ഇറങ്ങി നടക്കാനാണ്. കഴിച്ച ബിരിയാണിക്ക് ഒരു ദഹനമാവും. എനിക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാക്കണം. ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരാന്ന് വിചാരിച്ചാല് അത് ഒന്നിലും നിൽക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇക്ക് മെല്ലെ എന്നെ അവിടുന്ന് കൊണ്ടുപോയി. ഇക്കാനെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് കണ്ടാലും അതെനിക്ക് അത്രയും ആവശ്യമുള്ള സാധനം തോന്നുന്ന ഒരു പ്രത്യേക സ്വഭാവം എനിക്കുണ്ട്. ഇനി നമുക്ക് ഉയരം കൂടുന്തോറും സ്വാദ് കൂടുന്ന ചായത്തോട്ടം കാണാൻ പോവാം. ഈ തേയിലത്തോട്ടം ഇങ്ങനെ ദൂരത്ത് കാണുമ്പോൾ അത് കൂടെ ഓടിച്ചാടി നടക്കാൻ എന്ത് രസമാവെന്ന് വിചാരിക്കാറുണ്ട്. ഇവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായത്, ഓടാൻ പോയിട്ട് നടക്കാൻ വരെ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഒരു സ്ലോ മോഷൻ വീഡിയോ ഒക്കെ സെറ്റ് ആക്കാൻ ഈ നടത്തം തന്നെ ധാരാളം. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് ദൊഡാപേട്ടേക്കാണ്. ഇതുവരെ എവിടെ കാണാത്ത തിരക്കാട്ടോ നമ്മൾ ഇവിടെ കണ്ടത്. ഇവിടെ വന്നാൽ ഇത് ഒരു പ്ലേറ്റ് അത് മസ്റ്റാണ്. നമുക്കിനി കുറച്ച് നടക്കാനുണ്ട്. ആ നടത്തത്തിന്റെ ക്ഷീണം അറിയാതിരിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. പോണ വഴിക്ക് കുറെ കുട്ടി കുട്ടി സാധനങ്ങൾ കിട്ടുന്ന കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽക്കൊന്നും വല്ലാതെ ശ്രദ്ധ പോകാതിരിക്കാനാണ് എനിക്ക് കഴിക്കാൻ ഓരോന്ന് വാങ്ങി തന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിത് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ക്ലൈമറ്റ് കിട്ടിയത്. നല്ല കോടയും കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നു. മഴ വരാനുള്ള ഒരു സാധ്യത കണ്ടപ്പോൾ എല്ലാം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ കോണം നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ തിരിക്കുകയാണ്. ഫോളോ ചെയ്ത ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.